വീഡിയോയുടെ ഫ്രീക്വൻസി കുറയുന്നു എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു another വീഡിയോ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഫോർഡ് മസ്റ്റാങ് V6. Hold me close till I get up. Time is barely on our side. No. Not this time. Let's go! I can see my future and it's looking bright. Not used to the light, I was born at night. But I'm used to a fight, not a new sight. Left, right, everybody roll the dice. No regrets when I finally leave, I'll finally be the final be a better me. My destiny is to invest in me, a quest to be the best, yeah, I'll let you free. From a world that's been feeling so wounded, I got dreams and they feel so lucid. I got dreams that they think are stupid. It's alright, sit back cause I do this. ഒരു 1960യുടെ തുടക്കത്തിലാണ് ഫാസ്റ്റും സ്റ്റൈലിഷും അഫോർഡബിളും ആയുള്ളൊരു കാർ വേണം, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇനി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അന്ന് ഫോർഡിൻ്റെ മിഷണറി ആയ ഒരാൾ ലീ ലക്കോക്ക ആണ് ആദ്യം ഫോർഡ് മസ്റ്റാങ്ങിന് രൂപം നൽകുന്നത്. സ്പോർട്ടി ആണോ എന്ന് ചോദിച്ചാൽ സ്പോർട്ടിയാണ്, ലൈറ്റ് വെയിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്, അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആണ്. ലീ ലക്കോക്ക ഫ്രണ്ടിലോട്ടാക്കിയ ഈ വാഹനം 1964 ഏപ്രിൽ 17 ന്യൂയോർക്കിൽ വെച്ച് ആദ്യം തന്നെ 22,000 യൂണിറ്റുകളാണ് ബുക്കിംഗ് വന്നത്. ലോങ്ങർ ഹുഡും ഷോർട്ടർ റെക്കും ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഈ ഒരു ഡിസൈനിനെ ഇറക്കിയപ്പോൾ തന്നെ മാർക്കറ്റിൽ വൻ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് സംഭവിച്ചത്. ഈ ഒരു വാഹനത്തേക്ക് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഷെൽബി കിറ്റിൻ്റെ ബാഡ്ജിങ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു കുതിരയുടെ പടം. ഈ കുതിരയുടെ പടം എന്ന് വെച്ചാൽ ഒരു ഫ്രീ റോമിംഗ് ഹോഴ്സ്. രണ്ട് തരം എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്, V6ഉം V8ഉം. നമ്മുടെ ഈ വാഹനം V6 വണ്ടിയാണ്. ഇതിൻ്റെ ഹുഡിലേക്ക് നോക്കുമ്പോൾ ഇതിന് നോർമലി ഈ ഹുഡ് ഇങ്ങനെയല്ല വരുന്നത്, ഇതൊരു കസ്റ്റം ഹുഡാണ് വരുന്നത്. ഇതിന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം ഇപ്പോൾ ഷെൽബി കിറ്റിൻ്റെ ബാഡ്ജിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വിംഗ്ലെറ്റ്സ് കാണാം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമായിട്ടുള്ള ലിപ്പും കാര്യങ്ങളും കാണാം. ഇപ്പോൾ 2024 മോഡലിലേക്കുള്ള ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വരുന്ന ഹെഡ്ലൈറ്റ്സ് ഇങ്ങനെയല്ല വരുന്നത്, ഇത് 2024 മോഡൽ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ടെയിൽ ലൈറ്റ്സിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ടെയിൽ ലൈറ്റ്സും 2024 മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വീൽസ് നോക്കുമ്പോൾ വെഡ് റേസിങ്ങിൻ്റെ വീൽസാണ് വരുന്നത്. നോർമലി 19 ഇഞ്ച് വീൽസാണ് ഈ വണ്ടിക്ക് വരുന്നത്, പക്ഷേ ഇപ്പോൾ ഇത് 20 ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ഫെൻഡർ കുറച്ച് വൈഡ് ബോഡി ഫെൻഡേഴ്സാണ് ഇപ്പോൾ വരുന്നത്. സ്റ്റോക്കിൽ ഇത്രയും വൈഡ് ബോഡി അല്ല വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് സൈഡ് സ്കേർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കിറ്റും കാര്യങ്ങളൊക്കെ റീഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്, അതും കുറച്ച് വൈറ്റ് ബോഡി ഫിനിഷ് വരുന്നതാണ്. പിന്നെ ഇവിടെ കാർബൺ ഫൈബറിൻ്റെ ഡിപ്പും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ സ്പോയിലർ കാണാം, ചെറുതല്ല കുറച്ച് വലിയ സ്പോയിലർ കാണാം. പിന്നെ ഷെൽബിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ടെയിൽ ലൈറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ടെയിൽ ലൈറ്റ്സും 2024 മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ബോർലയുടെ എക്സോസ്റ്റും കാര്യങ്ങളും കാണാം. ഇതൊരു സ്ട്രെയിറ്റ് പൈപ്പ് എക്സോസ്റ്റ് ആണ് വരുന്നത്. ഇതിൽ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിഫ്യൂസർ കിറ്റ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഗുഡ് സൗണ്ടാണ്, നമുക്കൊരു V6 പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ വേണമെങ്കിൽ ഒരു എക്സോസ്റ്റ് സൗണ്ട് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. നമ്മുടെ ഈ വാഹനം സ്റ്റേജ് 2 ട്യൂൺഡ് ആണ്. ഇതിന് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വരുന്നുണ്ട്, ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്റീരിയറിൽ കുറച്ച് കാർബൺ ഫൈബർ ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ മിറേഴ്സും കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മിറേഴ്സിൻ്റെ ബാഡ്ജിങ് പോലത്തെ മിറേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതും കാർബൺ ഫൈബറിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്റ്റേണലി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കോസ്മെറ്റിക് സൈഡ്സ് ആണ് ഇതിൽ കൂടുതൽ മോഡ്സും കാര്യങ്ങളും വന്നേക്കുന്നത്. പക്ഷേ പെർഫോമൻസ് സൈഡിലും സ്റ്റേജ് 2 ട്യൂണും കാര്യങ്ങളും വരുന്നുണ്ട്. എൻറ്റയർലി ഇതിന് രണ്ട് തരത്തിലുള്ള മോഡ്സും ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റിക് സൈഡ് ആണെങ്കിലും ചെയ്തിട്ടുണ്ട്, അതായത് എഞ്ചിൻ വൈസും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിലും വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷും കാര്യങ്ങളും വന്നേക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ലോക്ക് അൺലോക്ക് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്, ഓപ്പൺ ആക്കുന്ന ഹാൻഡിൽ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വിൻഡോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബോട്ടിലൊക്കെ വെക്കാവുന്ന സ്പേസും കാര്യങ്ങളുമേ ഉള്ളൂ, അങ്ങനെ വലിയ രീതിയിലുള്ള കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഇല്ല. ഇവിടെ നമുക്ക് സ്പീക്കേഴ്സ് കാണാം. ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഗ്ലൗ ബോക്സ് ഇവിടെ ലോക്ക്ഡ് ആണ്, ഇത് ഓപ്പൺ അല്ല. പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ഒരു ലെതർ ഫിനിഷിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം കാർബൺ ഫൈബറിൻ്റെ എലമെൻറ്റ് നമുക്ക് കാണാം. പിന്നെ ഒരു ഡ്രൈവർ കോക്പിറ്റാണിത്. കറക്റ്റ് പറയുവാണെങ്കിൽ ഡ്രൈവേഴ്സിന് സെൻട്രിക് ആയിട്ടാണ് കോക്പിറ്റും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്ത്, എന്നിപ്പോൾ 6 ഫീറ്റ് ടോളാണ് ഞാൻ വരുന്നത്, എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം, ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ വേറെ സൺറൂഫും കാര്യങ്ങളൊന്നുമില്ല, AC-യുടെ വെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു AC വെൻറ്റ് വരുന്നുണ്ട്. എനിക്ക് കംഫോർട്ടബിളാണ്, എനിക്ക് കംഫോർട്ടബിളി ഈ ബക്കറ്റ് സീറ്റിൽ ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകാം. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ബാഡ്ജിങ് കാണാം. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിംഗ് ആണ്, നമ്മളെപ്പോഴും കാണാറുള്ളത് പോലെ തന്നെ ഇതിൽ നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. കാർബൺ ഫൈബർ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക്
പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇതിലും ഒരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു കാർബൺ ഫൈബർ ടച്ചിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇത് OG ആണോന്ന് എനിക്കറിയില്ല, നമുക്ക് ചോദിച്ചിട്ട് പറയാം. ബൂട്ട് തുറക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ AC യുടെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഫുള്ളി ഒരു ഡ്രൈവർ സെൻട്രിക് കാറാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാം എനിക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള രീതികളിലാണ് വന്നേക്കുന്നത്. ഇവിടെ ട്രാക്ഷൻ ഓണും ഓഫ് ആക്കാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. AC യുടെയും അല്ലാതെ മോഡുകളുടെയും ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഒരു നോർമലി മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഹാൻഡ് ബ്രേക്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയും ലോക്ക് അൺലോക്ക് ബട്ടണും വരുന്നുണ്ട്. മിറേഴ്സിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇവിടെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെയാണ് വരുന്നത്. ബാക്കിയുള്ള വിൻഡോസും ഇവിടെ തന്നെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ബോണറ്റ് തുറക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ബോണറ്റ് തുറക്കാം. നമ്മളൊരു മസ്റ്റാങ് ആദ്യമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഗ്ലൗ ബോക്സ് കാണാം. ഇതിനകത്തിൽ ഇവിടെ USB പോർട്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ കീയും കാര്യങ്ങളൊക്കെ ഇടാൻ ഇവിടെയും ചെറിയൊരു സ്പേസും ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. നമുക്കിതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2 സീറ്റർ അല്ല, ഇതൊരു 4 സീറ്റർ ആണ്. പക്ഷെ നമുക്ക് പുറവിൽ അങ്ങനെ വലിയൊരാളെ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം പെറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറകെ ഇരുത്തിക്കൊണ്ട് പോകാം. ഹായ് ബ്രോ, വെൽക്കം. താങ്ക് യു ബ്രോ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എൻ്റെ പേര് സാമ്യുൽ, ഞാൻ ചാലക്കുടിക്കാരനാണ്. ഞാൻ ബിസിനസ് ചെയ്യാണ്, ഒമാനിൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മസ്റ്റാങ്ങിലേക്ക് എത്തുന്നത്? മസ്റ്റാങ് എത്തുന്നത് ഒരു ലോങ് സ്റ്റോറിയാണ്. ഞാൻ ചെറുപ്പം തൊട്ട് മസ്റ്റാങ് ഗെയിമൊക്കെ കളിക്കും. ഓക്കെ, അപ്പോൾ ഗെയിം കളിക്കും മസ്റ്റാങ്ങിന് വലിയ ഫാനായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടുള്ള ഡ്രീം കാറായിരുന്നു മസ്റ്റാങ്. എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മസ്റ്റാങ്, സ്പോർട്സ് സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് മസ്റ്റാങ് എടുക്കുള്ളൂ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നാണ് നമ്മുടെ വണ്ടി കിട്ടുന്നത്? ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് മസ്കറ്റിക്ക് തിരിച്ച് വർക്ക് ബിസിനസ് ജോയിൻ ചെയ്യാൻ പോയി. ഓക്കെ, അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ഒരു 2021 ആ ടൈമിൽ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് വേറെ അത് എങ്ങനെയായിരുന്നു വണ്ടി? എടുക്കുമ്പോൾ ഫുൾ സ്റ്റോക്ക് ആയിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല വണ്ടി. ഓക്കെ, ഷോറൂം നടക്കുന്നത് പോലെ സ്റ്റോക്ക് കണ്ടീഷനിൽ എടുക്കുമായിരുന്നു ഫുൾ സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ എങ്ങനെ ബൈക്സിനോടൊക്കെ ക്രേസ് ഉണ്ടായിരുന്നോ? ബൈക്സിന് കുറച്ചും ക്രേസ് കുറവാണ്. കാർ വെച്ച് നോക്കുമ്പോൾ ബൈക്സ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വണ്ടി? ഗൾഫിൽ പോയിട്ട് ഫസ്റ്റ് എടുത്ത വണ്ടി ഇതാ. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം എന്ത് ചേഞ്ചസ് ആണ് ബ്രോ കൊണ്ടുവന്നത്? ആദ്യം നമ്മൾ വീൽസ് ഇട്ടു, 20 ഇഞ്ച് വീൽസ് അപ്ഗ്രേഡ് ചെയ്തു. സ്റ്റോക്കിൽ അപ്പോൾ എത്രയായിരുന്നു വന്നത്? സ്റ്റോക്ക് അപ്പോൾ ആ ടൈമിൽ 19 വന്നത്. 19 സ്റ്റോക്ക് വന്നത്. ഓക്കെ, അപ്പോൾ 20 ഇഞ്ച് വീൽസിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ വണ്ടി ഫുൾ ട്യൂണിങ് ചെയ്തു. ബ്രോ, അപ്പോൾ അവിടുത്തെ എങ്ങനെയുണ്ട് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ? അവിടെ ട്യൂണിംഗ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ ഒരു 15 to 30% ഗെയിൻ കിട്ടും. നമ്മുടെ ഇപ്പോൾ കറന്റ് വരുന്നത് 300 HP വരുന്നത്. ഓക്കെ, അത് പ്ലസ് ഒരു 15 to 30% ഗെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏത് സ്ഥലത്തു നിന്നാണ് അപ്പം ട്യൂൺ ചെയ്തത്? അതവിടെ നമുക്ക് പരിചയമുള്ള ഷോപ്സ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ പോയാൽ. അപ്പോൾ ഇതിലിപ്പോൾ ഏതിൻ്റെ മാപ്പാണ് ചെയ്തേക്കുന്നത്? ഇതിപ്പോൾ HP ട്യൂണേഴ്സ് മറ്റൊരു മാപ്പാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ സെഗ്മെന്റ് മാപ്പിലേക്കാണോ പോയത്? അതെ, നേരെ സെഗ്മെന്റ് മാപ്സിന് പോയാൽ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കിറ്റ്സ് മോഡിഫിക്കേഷൻസ് അതൊക്കെ എല്ലാം നമ്മൾ ഫുള്ള് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായില്ല, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തത്. അപ്പോൾ അത് ട്യൂണിങ് കഴിഞ്ഞു, വീൽസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബോണറ്റ് മാറി, പിന്നെ ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് ഹെഡ് ലൈറ്റ്സ്, ബാക്ക് ടെയിൽ ലൈറ്റ്സ്, പിന്നെ സ്പോയിലേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ അക്സസറീസ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട് എങ്ങനെയുണ്ട് അവിടെ? അവിടെ കുഴപ്പമില്ല, എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും പാർട്സ് അവിടെ ദുബായും അടുത്തൊക്കെ എല്ലാം GC കണ്ടീസ് അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാർട്സിന്റെ സീൻ ഇല്ല അവിടെ, ഒരു സീനും കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ ഇതൊരു മോഡിഫൈ ചെയ്യണമെങ്കിൽ അപ്പോൾ എത്ര എസ്റ്റിമേറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൈസ മുടക്കുള്ള കാര്യമാണ്? അത് ചെറിയൊരു എമൗണ്ട് കൂടും. നമ്മൾ നല്ല ജെന്യൂൻ പാർട്സ് ഇടാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസ് ആവും. ഓക്കെ, പിന്നെ ഫസ്റ്റ് ക്വാളിറ്റിയും കിട്ടും, പക്ഷെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, സ്പോർട്സ് കാരൊക്കെ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല, ജെനുവിൻ പാർട്സ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എനിക്കുള്ള ഡൗട്ടാണ്, ഇവിടുത്തെ കൾച്ചർ ബ്രോയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് ഇപ്പം അവിടുത്തെ പോലീസ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ആയാലും എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്? അവിടുത്തെ കൾച്ചർ നല്ല കൾച്ചർ അവിടെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് റേസസ് ഇവന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആ ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ റോഡിൽ നമ്മൾ ലീഗൽ തന്നെയാണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ അവിടെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ആ ഷോക്ക് ഇറക്കുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ആ ഇവന്റ്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഇവന്റ്സ് ഇറക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എക്സോസ്റ്റഡ് പബ്ലിക്കിൽ നമ്മൾ ഡിസ്റ്റർബൻസ് ഇടാൻ പാടില്ല. ലൈറ്റ്സിന്റെ കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണ് ഇതിലെ ചേഞ്ചസും കാര്യങ്ങളും വരുന്നത്? നമ്മളിപ്പോൾ ഹെഡ് ലൈറ്റ്സ് ഇപ്പോൾ പുതിയ മോഡൽ 2024 മോഡൽ വൈൽഡ് ഹോഴ്സ് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ആ മോഡലിലേക്ക് നമ്മൾ ഹെഡ് ലൈറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഷെൽബിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, ഷെൽബി ബാഡ്ജിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഇവിടെ കാർബൺ ഫൈബർ
ഡിപ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഫ്രണ്ടിൽ നമ്മളൊരു ലിപ്പ്, ചെറിയ നൈസ് ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ലിപ്പ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡ്സിലൊക്കെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇത് റോഡ്സ് ഓടിക്കുമ്പോൾ ചില സ്ഥലത്ത് ഈ വണ്ടി ലോർ ചെയ്തുകൊണ്ട് ചില സ്ഥലത്ത് ഇത് ചെരിച്ചെടുക്കണം. ബാക്കി ഹൈവേസ് ഒന്നും ഒരു പ്രശ്നമില്ല. കാര്യങ്ങളില്ല. എങ്ങനെയുണ്ട് ഒരു ഇത് 3.7 ലിറ്റർ ആണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 3.7 ലിറ്റർ എങ്ങനെ മെയിൻ്റെനൻസ് തരത്തിലോട്ടൊക്കെ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി ആണെങ്കിലും നൈസ് ഗുഡ് ആണ്. ഓക്കെ, പിന്നെ റോഡ്സിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പവർ, ഈ കേരള റോഡ്സൊക്കെ ഈ പവർ ധാരാളമാണ്. അതെ. പിന്നെ എനിക്ക് മെയിൻ്റെനൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്ര വലിയ മേജർ മെയിൻ്റെനൻസ് കുറവാണ് വരുന്നത്. ഓക്കെ, ഞാൻ V6 സ്റ്റാർട്ടിങ്ങിൽ എടുത്തത് എനിക്ക് നല്ല വണ്ടി കിട്ടി V6 ആയിട്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ V8 ആയിരിക്കും നെക്സ്റ്റ് അപ്ഗ്രേഡിലോട്ട് വരുന്നത്. നൈസ്. അപ്പോൾ ഹുഡ് വരുമ്പോൾ നേരത്തെ വരുമ്പോൾ ഫുൾ ഇങ്ങനെ ഒരു ഇത് ബൾജിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ പ്ലെയിൻ ഹുഡായിരുന്നു വരുന്നത്. ഇൻടേക്സ് വരുന്നത് എഞ്ചിൻ കൂളിംഗിന് വേണ്ടിയൊക്കെ ഒരു ഫ്രണ്ട് 2 ഇൻടേക്സ് വരുന്നുണ്ട്. അപ്പോൾ ഏതിന്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും ആയിരിക്കും? കേനന്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും ആയിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഹുഡ് സ്കൂപ്പ് വരുന്നുണ്ടല്ലോ. ഇത് ബോണ്ട് കൂടെ വരുന്നത്. ഓ, നൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സൈഡിൽ വരുമ്പോൾ ഈ ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ട്. ഈ ഫെൻഡർ മാറിയിട്ടുണ്ട്. ഈ 2 ഫെൻഡേഴ്സ്, 2 സൈഡ് ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു വൈറ്റ് ബോഡി ഫെൻഡേഴ്സ് ആണ് വരുന്നത്. അതെ, വൈറ്റ് ബോഡി ഫെൻഡേഴ്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അലോയ് വീൽസ് 4 20 ഇഞ്ച് വീൽസ് ഇട്ടാണ്. ഓക്കെ, ബ്രേക്ക് റോട്ടേഴ്സും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതൊക്കെ കമ്പനി സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്. നൈസ്. പിന്നെ നമ്മൾ ഇവിടുത്തെ വൈറ്റ് ബോഡി, ഈ 2 പീസ് നമ്മൾ വൈറ്റ് ബോഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കാർബൺ ഫൈബർ ഡിപ്പ് മിറേഴ്സും ഹാൻഡിൽസും വരുന്നുണ്ട്. ഇത് ഷെൽബി കിറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണോ ഇതൊക്കെ, ഈ വൈറ്റ് ബോഡി ഒക്കെ വരുന്നത്? അത് ഞാൻ ഷെൽബി കിറ്റ് ഫുൾ ആയിട്ട് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്തല്ല. ഞാൻ ഓരോ പാർട്സ്, എനിക്ക് ഇഷ്ടമുള്ള പാർട്സ് കസ്റ്റമായിട്ട് മേടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പ്രോപ്പർലി ഒരു ഷെൽബി ഇതല്ല. അല്ല, എൻ്റെ ഒരു രീതിക്ക് കസ്റ്റം ചെയ്തെടുത്തതാ, എൻ്റെ ഒരു ഇഷ്ടത്തിന്. ഓക്കെ, നൈസ്. അതിന് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഷെൽബി ബാജിങ് കൂടെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. പിന്നെ ഈ ലൈറ്റ്സ് ഈ ന്യൂ മോഡൽ 2024 മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ലൈറ്റ്സും ടെയിൽ ലൈറ്റ്സും ഇപ്പോൾ 2024 മോഡലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെ. പിന്നെ നമ്മളിപ്പോൾ ഈ ബാക്ക് സ്പോയിലേഴ്സ് കാർബൺ ഡിപ്ഡ് സ്പോയിലേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഡിഫ്യൂസർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡിഫ്യൂസർ കിറ്റ് 2 സൈഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രേറ്റ് പൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹെഡേഴ്സോട് സ്ട്രേറ്റ് പൈപ്പ് ചെയ്ത് വരുന്നത്. ഇതിൽ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫ്യൂൽ വെച്ച് നോക്കുമ്പോൾ അത് ഫ്ലെയിംലെസ് ആണ്. ഫ്ലെയിംലെസ് ആണ് കുറച്ച്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഫ്യൂലിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അവിടുത്തെ കിട്ടുന്ന പെർഫോമൻസ് ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, മൈലേജ് വേരിയേഷൻസ് ഉണ്ടോ? മൈലേജ് കുഴപ്പമില്ല, മൈലേജ് ഓക്കെ ആണ്. ബ്രോ, ഇപ്പോൾ ഇൻസൈഡിലേക്ക് വരുമ്പോൾ കറന്റ്ലി എന്തൊക്കെ ചേഞ്ചസ് ആണ് ബ്രോ വരുത്തിയിരിക്കുന്നത്? ഇൻസൈഡ് വരുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഈ സ്റ്റിയറിംഗ് വീൽ ഫുൾ കാർബൺ ഫൈബർ ഒറിജിനൽ സെറ്റ് ചെയ്തു. പിന്നെ ഇതിനുള്ളിലത്തെ ഡിജിറ്റൽ മീറ്ററും മാറ്റിയിട്ടുണ്ട് നമ്മൾ. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാറിയിട്ടുണ്ട്. അതെ. ഫസ്റ്റ് വരുന്നത് അനലോഗസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 80% ഫുൾ കാർബൺ ഫൈബർ തന്നെ വരുന്നത് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിക്കകത്തോട്ട്. പിന്നെ ഈ സ്ക്രീൻ വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ടെസ്ല ടൈപ്പ് സ്ക്രീൻ വരുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്റ്റോക്ക് വന്നിരുന്ന സ്ക്രീൻ ആയിരുന്നോ അതോ നോർമലി? അല്ല, ഞാനത് മാറ്റിയത് എടുത്തിട്ട് ടെസ്ല സ്ക്രീൻ വെച്ചു. ഓക്കെ. മറ്റേ സ്ക്രീൻ ആകുമ്പോൾ ഇതിന്റെ പകുതി വരുള്ളൂ, ചെറിയ സ്ക്രീൻ ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ, അതിന് ഇതിലിപ്പോ മോഡ്സ് മാറ്റാം, സ്റ്റിയറിംഗ് കംഫർട്ട് മാറാം, ട്രാക്ഷൻ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര മോഡ്സ് ഉണ്ട് വണ്ടിക്ക്? ഇതിലിപ്പോ സ്പോർട്സ് മോഡും ഉണ്ട്, നോർമൽ ഡ്രൈവ് മോഡും. 2 ഡ്രൈവ് മോഡ്സ് മാത്രമേ ഉള്ളൂ. എഞ്ചിന്റെ ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു? അതെ, ഇവിടെ തന്നെയാണ്. ഇത് ഇവിടെ അടിയിലായിരുന്നു, സ്റ്റോക്ക് വരുമ്പോൾ അടിയിലായിരുന്നു വരുന്നത്. ഓക്കെ, ഇവിടേക്ക് ഈ സിസ്റ്റത്തിൽ മുകളിലേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഈ സീറ്റ്സ് നമ്മൾ 2 അപ്ഗ്രേഡ് ചെയ്തു. സ്പോർട്സ് റിക്കാറോ സീറ്റ്സ് ആണ്. ബക്കറ്റ് സീറ്റ്സ് ആണ്. നൈസ്. വേറെ ഇന്റീരിയറിലേക്ക് നമ്മൾ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബാക്കി പിന്നെ സ്റ്റോക്ക് ആയിട്ട് ഫുൾ കാർബൺ ഫൈബേഴ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. ഫുള്ളി ഒരു കാർബൺ ഫൈബർ ഫാൻ ആണല്ലേ? അതെ. വണ്ടി കിട്ടിയപ്പോൾ കാർബൺ ഫൈബർ ഇത് മാത്രം കാർബൺ ഫൈബർ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇഷ്ടമാണ് കാർബൺ ഫൈബർ. ഓക്കെ, മെജോറിറ്റി ഓഫ് പാർട്സ് ഡിപ്പും ഇത് ഒരു മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നൈസ്. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്പീക്കേഴ്സ് ഈ വണ്ടിക്ക് സാധാരണ പാട്ട് വെച്ച് പോകുന്നത് കുറവാണ്. സൗണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം കേരളത്തിലേക്ക് ഒരു വണ്ടി കൊണ്ടുവരുമ്പോൾ? സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചത്, പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല സംഭവം. ഓക്കെ, നമുക്കിപ്പോ ഒമാനിലാണെങ്കിലും ഒരു പാസ്പോർട്ട് എടുത്താൽ മതി, ഒരു കാറിനെട്ട് പാസ്പോർട്ട് ഉണ്ട് വണ്ടിയുടെ. അത് നമ്മൾ എടുത്താൽ പിന്നെ നമുക്ക് അടുത്തൊരു ഷിപ്പിംഗ് കമ്പനി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ കാര്യം സ്മൂത്ത് ആണ് ചെയ്യണത്. ഓക്കെ, അത് എത്ര നാളത്തേക്കുണ്ട് ഇപ്പം? ഇപ്പൊ ഞാൻ ഒരു 2 months ആയിട്ടുണ്ട്. ഇപ്പൊ പ്ലാൻ ആക്കിയിട്ടില്ല, ഒരു കുറച്ചുകൂടി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് പ്ലാൻ. ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് TV ഉപയോഗിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെ ഈ ആപ്സ് ഒക്കെ ഒരു മിനി ഐപാഡ് ആണോ? മിനി ഐപാഡ് പോലെ ആക്കി, ടെസ്ല പോലെ. നമുക്ക് ഈ ആപ്സ്, മ്യൂസിക്,
എല്ലാം ചെയ്യാം. സിനിമ അത് പ്ലഗ് ആൻഡ് പ്ലേ ആയിരുന്നോ അതോ എന്തെങ്കിലും ഇത് എക്സ്ട്രാ ആയിട്ട് വയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? ഇല്ല, പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്നു. പ്ലഗ് ആൻഡ് പ്ലേ ആണ് വന്നത്. നമ്മുടെ കീക്ക് അത് എന്തൊക്കെയാണ് വരുന്നത്? കീ ആവുമ്പോൾ നമുക്ക് കീയിൽ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. കീ കൂടെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അത് നമുക്ക് ഇങ്ങനെ ഇത് ഡബിൾ ടാപ്പും ഇത് ഡബിൾ ടാപ്പ് ചെയ്ത വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. അപ്പോൾ ഈ വണ്ടി വെയിലത്ത് ചൂടത്ത് കിടക്കുകയാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ വണ്ടി കൂളായിട്ട് ഇരുന്നോളൂ. നമ്മൾ വണ്ടിക്ക് വരാൻ സമയമാകുമ്പോൾ വണ്ടി കൂളായിരുന്നോളൂ. എക്സോസ്റ്റിന്റെ നോട്ട് കൺട്രോൾ ചെയ്യാൻ വല്ലതും പറ്റുമോ? എക്സോസ്റ്റ് നോട്ട് നമുക്ക് റിമോട്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വാൽട്രോണിക് എക്സോസ്റ്റാണ് വെച്ചാണ്. വാൽട്രോണിക് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാം. അതെ. ഓക്കെ. നൈസ്. എങ്ങനെയുണ്ട് ആളുകളുടെ റിയാക്ഷൻസ് ഒക്കെ? നല്ല ആൾക്കാരുടെ റിയാക്ഷൻ, നല്ല ക്രൗഡ് പുള്ളിംഗ് ആണ് വണ്ടി. ഓക്കെ. അത്യാവശ്യം ആൾക്കാർക്ക് നല്ല ഹാപ്പി റിയാക്ഷൻ കിട്ടണം എനിക്ക്. നൈസ് നൈസ്. ഇവിടുന്ന് പോലീസ് ചെക്കിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ പോലീസ് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇതുവരെ. പല പേപ്പേഴ്സും ഇപ്പൊ പോലീസ് ചെക്കിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ റോഡ് ടാക്സും അതൊക്കെ ചെക്ക് ചെയ്യാറ്. ഓക്കെ. അപ്പൊ റോഡ് ടാക്സും അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് ബ്രോ ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? പോകാറുണ്ടോ? ലോങ് ഡ്രൈവ്സ് ഒക്കെ ഇവിടെയും അവിടെയും കുറെ പോകാറുണ്ട്. നൈസ് എക്സ്പീരിയൻസ്, നല്ല ഫീൽ, നല്ല പവറും ഉണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടും ആണ് വണ്ടി ഓടിക്കാൻ. ഓക്കെ. അപ്പോൾ ഈ മൈലേജിന് അങ്ങനെ വലിയ ഡ്രോബാക്സ് ഇല്ല? മൈലേജ് നമുക്ക് ഇങ്ങനെ പൊളിച്ചു പോകണമെങ്കിൽ അത്യാവശ്യം അതിന്റെ മൈലേജ് കിട്ടുള്ളൂ. അല്ല കംഫർട്ട് സോണിൽ പോകണമെങ്കിൽ ആ കംഫർട്ടബിൾ മൈലേജും കിട്ടും. അങ്ങനെയാണ്. എന്താണ് അപ്പോൾ ഈ വണ്ടിയുടെ ഭാവി? എന്തെങ്കിലും ഇനി പുതിയ അപ്ഗ്രേഡ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതോ സ്വിച്ചിങ് ആണോ? ഇനിയിപ്പോൾ ന്യൂ അപ്ഗ്രേഡ്സ് ഈ വണ്ടിയിൽ ഇനി കുറവായിരിക്കും. എന്തായാലും ഇനി V6 അത്യാവശ്യം കുറവായി. ഇനിയിപ്പോൾ അപ്ഗ്രേഡ് ആയിട്ട് ഇനി ഒരു V8 സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ. നൈസ് നൈസ്. ഇപ്പോൾ നെക്സ്റ്റ് പ്ലാൻ ഒരു V8 സാധനം ഇറക്കണം. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു വണ്ടി ഓൺ ചെയ്യുന്നവരോട് അറ്റ് പ്രസന്റ്ലി അപ്പം എന്തായിരിക്കും പറയാനുള്ളത്? കാരണം ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ വീഡിയോസ് കാണുന്നവർക്ക് ഒരു ആഗ്രഹം കാണത്തില്ല ഇപ്പോൾ വെളിയിലാണെങ്കിൽ ഒരു വണ്ടി എടുക്കണമെന്ന്. അതെ അതെ. അപ്പോൾ അവർക്കപ്പം എന്തായിരിക്കും? അപ്പം അവരോട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ. ഈ വണ്ടി എടുക്കുക. ബിക്കോസ് വൺ ടൈം എടുത്താൽ പിന്നെ വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ. there is no going back. No, there will be no regrets. Yes. മെയിൻ്റെനൻസ് സൈഡിലും ബ്രോ അത്ര വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, നമ്മൾ മെയിൻ്റെനൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വണ്ടി. ഓയിൽ ചേഞ്ച് ആണെങ്കിലും എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ വേറെ കംപ്ലയിൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും വണ്ടിക്ക്. എനിക്ക് ഇതൊരു മേജർ കംപ്ലയിൻറ്റ് ഇത്ര ഇയേഴ്സ്, ഞാൻ ഇപ്പോൾ 2-3 ഇയേഴ്സായി യൂസ് ചെയ്യാൻ, 2-3-4 ഇയേഴ്സായി. ഓക്കെ. അത്ര കൊല്ലമായിട്ട് എനിക്ക് ഇതേ ഒരു കംപ്ലയിൻറ്റ് മേജർ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ സൈഡായിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടി എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഈ വണ്ടി ഞാൻ ചൂസ് ചെയ്തപ്പം എനിക്കൊരു V8 2013 മോഡൽ എനിക്ക് കിട്ടിയിട്ടായ സമയത്ത് അത് കുറച്ച് യൂസ്ഡ് കിലോമീറ്റേഴ്സ് ഹൈ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഈ V6 വണ്ടിയുടെ കിലോമീറ്റേഴ്സ് കുറവായതുകൊണ്ട് നല്ല യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്ലാൻ ചെയ്തത്. ഓക്കെ. ഇനിയിപ്പോൾ ഭാവിയിൽ നൈസായിട്ടൊരു സ്വിച്ചിങ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ആ വണ്ടി അപ്പോൾ ഇവിടെ കേരളത്തിൽ എത്തിക്കുമായിരിക്കുമോ? പ്ലാൻ ഉണ്ട്, ബാക്കി അപ്പോൾ നോക്കാം. ഓക്കെ ബ്രോ. അപ്പം ഒരു ലെഫ്റ്റ് ഹാൻഡ് വെഹിക്കിൾ ആണ് ബ്രോ ഇപ്പോൾ ഓൺ ചെയ്യുന്നത്. അത് അവിടെ ഓടിക്കുമ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ പിന്നെ എല്ലാ വണ്ടികളും ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഇഷ്യൂ ഇല്ല. റോഡ് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ആണല്ലോ. ഓക്കെ. നൈസ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്താണ് ബ്രോയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 1 to 2 days ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ റോഡ് സെറ്റാണ്. അത് വലിയ ഇഷ്യൂ ഇല്ല. നമുക്ക് നോർമൽ ഇവിടുത്തെ നാട്ടിൽ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാം. അതെ. ഈ ഒരു സ്റ്റിയറിംഗ് ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് വെച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമ്മൾ ഒരു കംഫർട്ടബിൾ ഡ്രൈവർ, സ്പോർട്ടി ഫീൽ ഉണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ RPM ലൈറ്റ്സും ഇങ്ങനെ സ്പീഡ് അനുസരിച്ച് ലൈറ്റ്സ് ഇങ്ങനെ വരും. ഓക്കെ. അപ്പം അനലോഗ് മീറ്ററിൽ നിന്ന് ഡിജിറ്റലിലോട്ട് ആക്കിയത് അത് ഒരു ടൈമിങ് ഇങ്ങനെ നോക്കാൻ വേണ്ടി, അതിന്റെ നൈസ് ആണോ അല്ലെങ്കിൽ. ഓക്കെ. ഇതെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ തന്നെയായിരുന്നു? എല്ലാ പാർട്സും ഇതിൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വയറ് കട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇത് ചെയ്തിട്ടില്ല. ബ്രോ ഇപ്പോൾ ഒരു ബിഗിനർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണോ ഇത്? അതെ, ഒരു ബിഗിനർ ഇപ്പോൾ സ്പോർട്സ് കാർക്ക് നമ്മൾ സ്റ്റെപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു V6 എടുത്തിട്ട് സെറ്റ് ആവാനേ ഞാൻ പറയുള്ളൂ. V6 എടുത്ത് അതിൽ പവറൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ട് ഒരു V8 അപ്ഗ്രേഡ് ഒക്കെ ബെറ്റർ ഓപ്ഷൻ എൻ്റെ ഒരു അഭിപ്രായം. ഓടിക്കുമ്പം ഫുള്ളി
എൻജോയ് ചെയ്ത് തന്നെയല്ലേ അതെ, ഓടിക്കുന്നത്? ആ സൗണ്ട്, ഈ സ്പീക്കേഴ്സിന്റെ ആവശ്യമില്ല ഇവിടെ. ആ, കറക്റ്റ് ആ സൗണ്ട് കേട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാം. എൻജോയ് ചെയ്ത് ഓടിക്കുക. ഡൗൺ ചെയ്യാൻ എടുക്കാം, പൊട്ടലുണ്ടാവും. ഇവിടെ നല്ല റിയാക്ഷൻസും കിട്ടുന്നുണ്ടായിരിക്കും ആളുകളുടെ. നല്ല reaction ആണ്. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി വണ്ടി? ഇത് കുറച്ച് ഇപ്പൊ 65 ആയിട്ടുള്ളൂ. 65. 65. ഓക്കെ ഓക്കെ. ഗൾഫ് എന്ന് പറയുമ്പോ വണ്ടിയിൽ ഭയങ്കര കുറെ ഓടും. ആ, സ്ട്രേറ്റ് റോഡ്സ് അല്ലേ. ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ സ്ട്രെച്ചസ് ആയിരിക്കും. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. അപ്പൊ പെട്ടെന്ന് 1 ലക്ഷം ഒക്കെ പെട്ടെന്ന് എത്തും. പെട്ടെന്ന്. ഇതെന്റെ വീക്കെൻഡ് ഡ്രൈവ് ആണ് വണ്ടി. ആ, ഡെയിലി യൂസ് അല്ലേ. അപ്പോൾ ബ്രോ വണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഓഡിയൻസിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എത്ര നാളത്തേക്കാണ് ഇപ്പോൾ ഇവിടെ വണ്ടി? ഇപ്പൊ പ്ലാൻ ആക്കിയിട്ടില്ല, എന്തായാലും കുറച്ചാളോട് ഉണ്ടാവും വണ്ടി. ഓക്കെ, അപ്പം വൺസ് അഗൈൻ എൻ്റെ സൈഡിൽ നിന്നും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിനേക്കും ബൈ.